ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ തിരുവോണത്തിൻ്റെ അന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്വീറ്റ്സാണിത്. ഓണത്തിന് പായസം ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും അറിയാത്തവർക്കും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കിയാൽ പായസം കഴിക്കാൻ പറ്റിയില്ല എന്ന വിഷമം ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴം, അതായത് ഏത്തപ്പഴം ആണ് വേണ്ടത്. അതായത് ഒരു 3 പേർക്കുള്ള സ്വീറ്റ്സിനാണ് 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി പഴുത്തതാകരുത്, അതുപോലെ തീരെ പഴുക്കാത്തതും ആകരുത്. പിന്നെ നേന്ത്രപ്പഴം എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ നേന്ത്രപ്പഴം വേവിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 2 നേന്ത്രപ്പഴത്തിന് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കുക. പിന്നീട് വേറൊരു പാനിൽ ശർക്കര പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ശർക്കര പീസാണ് എടുത്തിരിക്കുന്നത്. അത് പാനിയാക്കി സ്ട്രെയിൻ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഈ നേന്ത്രപ്പഴത്തിലുള്ള വെള്ളം വറ്റാറാകുമ്പോൾ ഈ ശർക്കര പാനീയം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. ശർക്കര ഈ പഴത്തിൽ നന്നായി പിടിച്ചിരിക്കണം. അടുത്തതായി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. അടുത്തതായി 1 ടീസ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര പാനിയും ഏലക്ക പൗഡറും ബട്ടറും എല്ലാം ഈ പഴത്തിലേക്ക് ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശർക്കരയൊക്കെ പഴത്തിലേക്ക് നന്നായി പിടിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് ഫ്രൈ ആക്കിയത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കൂടി ഏലക്കായ പൊടിച്ചത് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റ്സാണ് കേട്ടോ ഇത്. അതുപോലെ ഓണത്തിന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി സ്വീറ്റ്സ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.